അച്ഛന്മാർക്ക് വലിയ സ്വാധീനമുണ്ടെങ്കിൽ മക്കളുടെ കേസുകളും നീണ്ടു പോകും. ലാവ്ലിൻ 2 എന്ന് വേണമെങ്കിൽ വിളിക്കാം. അത് 41 തവണയെങ്ങാണ്ടായി. എപ്പോൾ വിചാരണയ്ക്ക് എടുത്താലും ഏതെങ്കിലുമൊക്കെ ഒന്നുകിൽ വാദി അല്ലെങ്കിൽ പ്രതി, ഈ വക്കീലുകൾ ഉണ്ടാവാതെ അവർ തമ്മിൽ ഇങ്ങനെ ഒരു ടോം ആൻഡ് ജെറി കളിക്കുകയാണ്. പിന്നെ അതുകൂടാതെ തിരുതയൊക്കെ അവിടെ ഉണ്ടല്ലോ, ഭംഗിയായി കാര്യങ്ങൾ നീക്കാൻ. ഈ എക്സ്ട്രാ ലോജിക്കിൻ്റെ തന്നെ ആദ്യത്തെ ഒരു പ്രകാശം പരത്തുന്ന ആളുടെ വീട്ടിൽ നിന്നല്ലേ 20 കോടി കണ്ടെടുത്തത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് പലതും വായിക്കാമല്ലോ. പിന്നെ ഡൽഹിയിലിരിക്കുന്ന നമ്മുടെ വലിയ ഗുരു ഈ കേരളത്തിലെ ചേട്ടൻ ഗുരുവിൻ്റെ അടുത്ത ആളാണ്. ഇരട്ടകൾ സയാമീസ ആണെന്നും പോലും തോന്നിപ്പിക്കുന്ന തരത്തിലല്ലേ അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം മൂട്ടിലിഴയും. ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഏത് രാഷ്ട്രീയക്കാരനാണ് പ്രബുദ്ധരെ ശിക്ഷിക്കപ്പെടാൻ പോകുന്നത്? ഇത് നീണ്ടു പോകും. അവസാനം ഈ വാദിയും പ്രതിയും ഒക്കെ മരിച്ചു കഴിഞ്ഞ് കേസ് കോടതിയിൽ നിന്ന് ക്വാഷ് ചെയ്യപ്പെടുകയാണ് പതിവ്. പാമുവലി നമ്മൾ കണ്ടു, ലാവ്ലിൻ അത് കാണാൻ പോകുന്നു. ഒരൊറ്റ രാഷ്ട്രീയക്കാരനും ഈ നമ്മുടെ വ്യവസ്ഥിതിയിൽ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. പണ്ടൊരു ഇരുമ്പ് പിള്ള മാത്രം 4 ദിവസം എങ്ങാണ്ട് പ്രതീകാത്മകമായി അകത്ത് കിടന്നത് ആ VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ മനുഷ്യൻ കോടതി വരാന്തയെ കയറി ഇറങ്ങി അദ്ദേഹത്തിൻ്റെ കുറേയേറെ ചെരുപ്പിൻ്റെ വാറു തേഞ്ഞതിൻ്റെ ഫലം മാത്രം. പിന്നീടെല്ലാം കണക്ക് കൂട്ടാവുന്നതാണ്. ഇങ്ങനെ ഇവിടെ നടക്കൂ സർ.